നിങ്ങൾ കുട്ടികളെ എപ്പോഴും ഹഗ് ചെയ്യുകയും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന പേരൻ്റാണോ, അതോ ഹഗ് ചെയ്യുകയും സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള പേടിയും ബഹുമാനവും ഒക്കെ പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാതിരിക്കുന്ന പേരൻ്റാണോ? അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ സമയം കേട്ടോ. അത് ഞാൻ ഡോക്ടർ രാകേഷ്, കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പെർമൽ ഹോസ്പിറ്റൽ. അപ്പോൾ ഈയിടെയായിട്ട് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ജേർണലിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ കൂടുതൽ ഹഗ്സ് കിട്ടുന്ന കുട്ടികളിൽ, അതായത് പാരൻസ് കൂടുതൽ ഹഗ് കൊടുക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാട്ടിലും ബ്രെയിൻ ഡെവലപ്മെന്റും അവരുടെ ഒരു ബിഹേവിയർ ഒക്കെ വളരെ മെച്ചമാണെന്ന് അവർ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ച എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കൂടുതൽ ഹഗ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാട്ടിലും ഒരു മറ്റുള്ളവരുള്ള ദയയും അതുപോലെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളതായിട്ട്, അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും അതേപോലെ ഉത്തരവാദിത്തമൊക്കെ കൂടുതൽ ഏറ്റെടുക്കാനുള്ള കഴിവൊക്കെ അവർക്ക് കൂടുതലാണെന്ന് അവരുടെ സ്റ്റഡിയിൽ അവർ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ സ്റ്റഡിയിൽ അവർ 5 മുതൽ 10 വയസ്സുള്ള കുട്ടികളെയാണ് അവർ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതേപോലെ അവർ ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിന്, അതായത് ഇരട്ട കുട്ടികളിലെ ഒരേ ജനിത ഘടനയുള്ള കുട്ടികളിൽ കൂടുതൽ ഹഗ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് നടന്നതായിട്ടാണ് അവർ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഈ കൂടുതൽ ഹഗ് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന വഴി അവരുടെ ഓക്സിറ്റോസിൻ ലെവൽ കൂടുകയും പേരന്റുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് ബെറ്റർ ആകാൻ സഹായിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഇനി അങ്ങനെ നമുക്ക് ഹഗ് ചെയ്യുന്നൊക്കെ മോശമാണെന്ന് വിചാരിക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി കുട്ടികളെ കൂടുതൽ ഹഗ് ചെയ്ത് അവരെ ബെറ്റർ കിഡ്സ് ആക്കി നമുക്ക് മാറ്റാം. താങ്ക് യു.